അവസരത്തിൽ അദ്ദേഹത്തെ അറിയിച്ചു. ചിലപ്പോൾ നമ്മൾക്ക് ചില സൗഭാഗ്യങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് ചില ദൗർഭാഗ്യങ്ങളും വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തെ കാണുന്നത്. കാരണം കാരശ്ശേരി മാസ്റ്ററുടെ ഔന്നത്യത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂടെ വേദിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു നന്ദി പ്രകടനം നടത്താനുള്ള ഭാഗ്യം, അതൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. മുഖ്യപ്രഭാഷകനും പ്രശസ്ത കവിയും വാഗ്മിയുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന് ഈ വേദിയിലേക്ക് വരാൻ എന്തോ അസൗകര്യം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഒരു നന്ദി രേഖപ്പെടുത്തണമെന്ന് തോന്നുന്നതുകൊണ്ട് അതും ഞാൻ ഈ അവസരത്തിൽ നിർവഹിക്കുകയാണ്. പിന്നെ അടുത്തതായി തന്റെ സ്ഥിര സാന്നിധ്യവും സേവനവും പ്രദാനം ചെയ്തുകൊണ്ട് ഈ വാർഡിനെ നയിക്കുന്ന കൗൺസിലറായ ശ്രീ പ്രിയ വിനീഷ് എന്നിവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തി. അതുപോലെ ലൈബ്രറി കൗൺസിലിനെ പ്രതിനിധീകരിച്ച് ഇവിടെ സന്നിഹിതരാവാൻ സാധിക്കാത്ത ശ്രീ ഡോക്ടർ ദിനേശൻ, അദ്ദേഹത്തിനും ഈ ലൈബ്രറിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വരാതിരിക്കാൻ ഇവിടെ എത്താതിരിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ പൂനൂർ കരുണാകരൻ, അദ്ദേഹം സോവനിയർ കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ്. കൂടാതെ നമ്മൾക്ക് എല്ലാ തലങ്ങളിലും മാർഗദർശിയായിട്ടുള്ള SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ശ്രീ TV രാമചന്ദ്രൻ എന്നിവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി. കൂടാതെ ലൈബ്രറിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ TV ഹരി അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തി. അവസാനമായി തന്നെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രം ഈ 90-ാം വാർഷികം ഒരു സംഭവമായി മാറ്റിയ ലൈബ്രറിയുടെ എല്ലാമായ സെക്രട്ടറി ശ്രീ PM നാരായണൻ അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾ വിജയിപ്പിക്കുവാനായി ഇവിടെ എത്തി ഈ പ്രൗഢ സദസ്സിന്റെ ഭാഗമായി തീർന്ന ഈ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ഞങ്ങൾക്കുള്ള നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി സർ. സാംസ്കാരിക സമ്മേളനം സമാപിക്കുകയാണ്.